പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് വിദേശ രാജ്യത്ത് പോയാലും ഭാരതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നവിടെ ഉണ്ടാകും. ഒരുപക്ഷെ ഭാരതീയർ എന്ന് അഭിമാനിക്കുന്ന നമ്മിൽ പലർക്കും അറിയാത്ത ചിലത്. മലേഷ്യയിലും അത്തരം ഒരു കാഴ്ചയുണ്ടായി. ഈ കാഴ്ചയെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ. തിരുമുറൈ ഭക്തിഗാനങ്ങൾ 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ശിവഭക്തരായ കവികൾ രചിച്ച ശിവസ്തുതികളാണ്. തിരുമുറൈ മലേഷ്യൻ വിദ്യാർത്ഥികൾ മോദിയെ സ്വീകരിച്ചത് തിരുമുറൈ പാടിയാണ്. അദ്ദേഹം തന്നെ തന്റെ FB പേജിൽ പങ്കുവച്ച ആ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് അതൊന്ന് കേൾക്കാം. ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. തിരുമുറൈ പാട്ടുകളല്ലേ ഇത്? എടോ സ്റ്റാലിൻ, നീ ഇതുവരെ ഈ പേരെങ്കിലും കേട്ടിട്ടുണ്ടോ? മലേഷ്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ PM ശ്രീ മോദിയുടെ മുന്നിൽ പാടുന്ന പാട്ട് ഏതാണ് എന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, മലേഷ്യ തമിഴ് ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മലേഷ്യ സന്ദർശിക്കാനെത്തിയ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് മുന്നിൽ തിരുമുറൈ ഭക്തി ഗാനങ്ങൾ ആലപിക്കുന്ന കാഴ്ചയാണിത്. ഇത്രയും വർഷങ്ങളായിട്ടും അവർ ഹിന്ദു തമിഴർ തങ്ങളുടെ പാരമ്പര്യം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രശംസനീയമാണ്. പാൽപ്പൊടിയും അന്യവാക്കുകളും കേട്ട് മതം മാറി ജാതി ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞ് സനാതന മതത്തെ പഴിക്കുന്നവർ ഇത് കേൾക്കേണ്ടതാണ്. ഇനി തിരുമുറൈ എന്താണ് എന്നറിയാമോ? നിങ്ങൾ കേട്ടുപോലും കാണില്ല എന്നറിയാം. ഭാരതത്തിന്റെ സംസ്കൃതിയെ ചവിട്ടിയരച്ച മുഗളന്മാരുടെ വീരകഥകൾ ചരിത്രമാക്കിയ തെമ്മാടി ചരിത്രകാരന്മാർക്ക് ഭാരതത്തിന്റെ തനതായ പാരമ്പര്യം കാണാൻ സാധിക്കില്ല. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുമില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺഗ്രസ് ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് ഹിന്ദി അറിയാത്ത, ഭാരതത്തെ അറിയാത്ത, മക്കയിൽ ജനിച്ച ഉറുദുവും അറബിയും മാത്രം സംസാരിക്കുന്ന മൗലാനയെ ആയിരുന്നു, ശ്രീ മൗലാന അബ്ദുൾ കലാം ആസാദ്. കാരണം നെഹ്റുവിന് അറിയാമായിരുന്നു 100 വർഷം കഴിയുമ്പോൾ ഇന്ത്യയെ ഒരൊറ്റ ചോര പോലും ചിന്തിക്കാതെ ഹിന്ദുസ്ഥാനെ പാകിസ്ഥാനാക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുമെന്ന്. ഇനി കേരളത്തിന്റെ കാര്യം എടുത്താലോ? 1956 മുതൽ 2016 വരെ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും ന്യൂനപക്ഷത്തിന്റെ കുത്തകയായിരുന്നു. ഫലമോ മാമാങ്കം പോലെ ഒരു ലോക പൈതൃകത്തിൽ ഉൾപ്പെടേണ്ട സംഭവത്തെ വെറും എന്താ അത്? ഒരു പാട്ടുണ്ടല്ലോ, റാഗി പറക്കുന്ന ചെമ്പരന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽത്തിര കണ്ടു കപ്പൽ കണ്ടു. കണ്ടില്ലേ? കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചതാണ്, മാമാങ്കത്തെ വെറുമൊരു വേലയാക്കി. വീണ്ടും നമുക്ക് ആ തിരുമുറയിലേക്ക് പോകാം. രാജരാജ ചോളൻ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം നമ്പിയാണ്ടാർ നമ്പി, തിരുജ്ഞാന സംബന്ധർ, അപ്പർ, സുന്ദരമൂർത്തി എന്നിവരുടെ ശിവസ്തുതികളും ചേർത്ത് 7 പുസ്തകങ്ങളായി തിരുമുറൈ നിർമ്മിച്ചു. പിന്നീട് മാണിക്യവാചകരുടെ തിരുക്കോവയാറും തിരുവാചകവും എന്നിവ 8ാമത്തെ പുസ്തകമായി ചേർത്തു. പിന്നീട് മറ്റ് 9 ശിവഭക്തരുടെ 28 പദ്യങ്ങൾ 9ാമത്തെ പുസ്തകമാക്കി ചേർത്തു. പിന്നെ തിരുമൂലരുടെ തിരുമന്ദിരം 10ാമത്തെ പുസ്തകമായി. മറ്റു 12 കവികളുടെ 40 കവിതകൾ ചേർത്ത് 10ാമത്തെ പുസ്തകത്തിന്റെ ഭാഗമാണ്. ഇദ്ദേഹത്തിന്റെ സ്വന്തം കവിതകൾ 11ാം പുസ്തകമായി. ഇവയോടൊപ്പം പിന്നീട് 12ാമത് പുസ്തകമായി സേക്കിയാരുടെ പെരിയ പുരാണവും കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതെല്ലാം ചേർന്നാണ് തിരുമുറൈ എന്ന വിശുദ്ധ ഗ്രന്ഥമായി അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 63 നായനർമാരുടെ 12 പുസ്തകങ്ങൾ അടങ്ങിയ തമിഴ് ശൈവ സ്തോത്രകൃതി. അതാണ് ഈ പെൺമക്കൾ യഥാർത്ഥ രാജാക്കന്മാരുടെ രാജാവായ ശ്രീ മോദിയുടെ മുന്നിൽ ആലപിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടാലോ എന്ന് ചോദിച്ചാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും തിരുമുറൈ എന്ന ആ സംസ്കാരം തമിഴ്നാട്ടിൽ പോലും പലർക്കും അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ കുറിപ്പിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് സംസ്കാര സമ്പന്നമായ കാര്യങ്ങൾ കൊണ്ട് സമ്പന്നം തന്നെയാണ് ഭാരതം എന്ന രാജ്യം. പക്ഷേ അത് ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്താണ് പലപ്പോഴും ആദരിക്കപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ന്യൂനത. ന്യൂസ് ഡെസ്ക് കർമ്മസ്.